തുടരുക ശ്രീ രാജ്മോഹൻ NIA മുൻ SP അദ്ദേഹം ടെലിഫോൺ ലൈനിൽ. ശ്രീ രാജ്മോഹൻ, NIA അന്വേഷിക്കണമെന്നാണ് ഇപ്പോൾ തമിഴ്നാട് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രാഥമികമായ പരിശോധനകൾ കോയമ്പത്തൂരിൽ ഇതിനകം നടന്നു കഴിഞ്ഞു. നമുക്കറിയാം കോയമ്പത്തൂരിൽ നിരവധിയായ ഇതിനു മുൻപും സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഇപ്പോഴത്തെ കണ്ടെത്തലുകൾ ചെന്നെത്തുന്നത് ഏതൊക്കെ സാഹചര്യങ്ങളിലേക്കാണ്? ഹലോ, കേൾക്കാമോ സാർ? പറഞ്ഞോളൂ. അല്ല, ഇത് നമ്മൾ കണ്ടത് എനിക്കൊന്ന് 2019 ഏപ്രിൽ ശ്രീലങ്കയിലുണ്ടായ സ്ഫോടനവുമായിട്ട് ഇത് ബന്ധപ്പെടുത്തി കാണേണ്ടതുണ്ടോ എന്നും കൂടി നമുക്കിപ്പം വരുന്ന വാർത്തകളിൽ നിന്ന് സംശയം വരികയാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു സ്ഫോടനം ചില പ്രത്യേക സ്ഥലങ്ങളിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴും അന്വേഷണ ഏജൻസി കിട്ടിയ ഈ മരിച്ച ജമേഷിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ചില എവിഡൻസ് വാർത്താമാധ്യമങ്ങൾ വരുന്ന റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കൈവശം ഈ പോലീസ് കമ്മീഷണറേറ്റ്, കലക്ടറേറ്റ്, റെയിൽവേ സ്റ്റേഷനുകള് എന്നീ സ്ഥലങ്ങളിലൊക്കെ സ്ഫോടനം നടത്താൻ കൂടി പദ്ധതി ഉണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് വരുന്ന എവിഡൻസുകൾ പുറത്തു വരുന്നത്. അപ്പൊ ഇത് നമ്മുടെ വളരെ സീരിയസ് ആയി കാണേണ്ട വിഷയമാണ്. പ്രത്യേകിച്ച് PFI പോലെയുള്ള ഒരു സംഘടനയെ നിരോധിച്ചതിന് ശേഷം അവരുടെ വളരെ സീനിയറായ, വളരെ ആക്റ്റീവായ പ്രവർത്തകരും വളരെ നേതാക്കന്മാരൊക്കെ ജയിലിൽ കിടക്കുന്ന സമയത്ത് ഇതിന്റെ ഭാഗഭാക്കാക്കിയ ചില ആളുകൾ ഇപ്പോഴും ആക്റ്റീവാണെന്നും അവരുടെ പ്രവൃത്തി നിരുപാധികം മുന്നോട്ട് പോവുകയാണെന്നും മനസ്സിലാക്കുന്നത് വളരെ ആശങ്കാജനകമാണ്. അതാണ് നമ്മൾ ആ വ്യക്തതയിൽ കൂടിയാണ് കാര്യങ്ങൾ കാണുന്നത്. കാരണം ഞാൻ പറഞ്ഞ മാതിരി ഈ കേരളം അല്ലെങ്കിൽ തമിഴ്നാട്, കർണാടക പോലെയുള്ള സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ഇപ്പോഴും കൂടുതൽ വേരോട്ടം ഇത്തരത്തിലുള്ള സംഘടനകൾ കാണപ്പെടുന്നത്. അപ്പൊ ഇത് നമ്മൾ വളരെ സീരിയസ് ആയി കാണണം. കൂടാതെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത പല ആൾക്കാരും പഴയ അൽ ഉമായുടെ സ്ഥാപകനായ SM ഭാഷയുടെ ബന്ധക്കാരനാണെന്നും അവരുമായി ബന്ധമുണ്ട് എന്നുള്ള സംശയങ്ങളൊക്കെ പുറത്തു വരുമ്പോഴും പോലീസ് അല്ലെങ്കിൽ ലോക്കൽ പോലീസ് മാത്രം അന്വേഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ തമിഴ്നാട് പോലീസ് അന്വേഷിച്ചുകൊണ്ട് മാത്രമല്ല എനിക്ക് തോന്നുന്നത് NIA തീർച്ചയായും ഇതിൽ ഇടപെടണമെന്നും എനിക്ക് തോന്നുന്നു. ഇന്ന് തന്നെ എനിക്ക് നമുക്ക് മനസ്സിലാവുന്നത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് MHA ഇത്തരത്തിലുള്ള ഓർഡർ പാസ്സാക്കിക്കൊണ്ട് NIAയോട് കേസ് അന്വേഷണം ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നന്ദി ശ്രീ രാജ്മോഹൻ. അതാണ് ശ്രീ